ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേ ഔട്ട് വീഡിയോകളെ കുറിച്ചിട്ട് പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കസ്റ്റമറിന് പുള്ളിക്കാരന് ഫസ്റ്റ് പേ ഔട്ട് ആണ്. ആളെ ചെറിയൊരു പ്രോഫിറ്റ് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 284 ഒരു 97 ആളുടെ അക്കൗണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ജനറേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് വെച്ചിട്ടുള്ള ആളുടെ സ്പ്ലിറ്റ്, അതായത് അത് കഴിഞ്ഞിട്ട് $227 സംതിങ് അതൊക്കെ വരുന്നുണ്ട്. നമ്മളത് ഇന്ന് വിഡ്രോ ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. വിഡ്രോ ചെയ്യുന്നതിന് മുമ്പ് അക്കൗണ്ട്സ് കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കാം എന്നോർത്തിട്ടായിരുന്നു. അതായത് നമ്മളൊരു ഫേസ് 1 ഫേസ് 2 മാസമായി നമ്മുടെ തന്നെ ഫാമിലി കൊണ്ട് തന്നെ അയാള് ലൈഫ് അക്കൗണ്ട് ട്രേഡ് എടുത്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ടോട്ടൽ ട്രേഡ് എടുത്തിരിക്കുന്ന 5 അതായത് നമ്മൾ 5 നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളതിൽ 2 ലോസും ആള് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്യുന്നതോടൊപ്പം നമ്മളും തന്നെ അതേപോലെ തന്നെ നമുക്ക് ലോസും കാര്യങ്ങളും അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ആളെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയുന്നു അതേപോലെ കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. ഇന്നലെ നമുക്ക് വന്ന യൂട്യൂബിൽ ഒരു കമന്റ് ആണ്, ഇപ്പൊ മറ്റൊരാൾ വഴിയിട്ട് ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കഴിയും എന്നുള്ളത്. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് കഴിയും എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് നമുക്ക് നമ്മുടെ കസ്റ്റമർ കാണിച്ചു തന്നിരിക്കുന്നത്. കാരണം ആള് നമ്മൾ വഴി പാസ്സായി നമ്മുടെ കൂടെ എല്ലാം അനുസരിച്ചുകൊണ്ട് റിസ്ക്കും മാനേജ്മെന്റും എല്ലാം അനുസരിച്ചും കൊണ്ട് പക്കയായിട്ട് തന്നെ ട്രേഡ് എടുത്ത് പോയി. അങ്ങനെ ആൾക്ക് പോയി ചെറിയൊരു ആണെങ്കിൽ പോലും അത്യാവശ്യം സക്സസ്ഫുള്ളി ആയിട്ട് ആൾക്ക് മുന്നോട്ട് കയറാൻ പറ്റിയിരുന്നു. ആള് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ ആള് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ലൈവ് അക്കൗണ്ട് കിട്ടിയിട്ട് 26-ാം തീയതിയാണ്. ഓഗസ്റ്റ് 26-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ആള് ട്രേഡ് എടുത്തു. ആ ടൈം പീരീഡ് കൊണ്ട് ആൾക്ക് വന്ന ഒരു പ്രോഫിറ്റ് ആണ്. അതിനിടയിൽ 2 ലോസുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 79 ലോസും 60 നമുക്ക് വന്നു. ബാക്കിയാണ് $100, $98 ഇതൊക്കെ വെച്ചിട്ട് അത്യാവശ്യം പ്രോഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരു കസ്റ്റമറിന് ഇത് സംബന്ധിച്ച് ആണ് നമ്മൾ ലൈവ് ആക്കി അപ്പ് ചെയ്ത് കൊടുക്കുക, നമ്മളത് കൊടുക്കും. അപ്പൊ ഇനി ഇത് പേ ഔട്ട് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുക കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നമുക്ക് പേ ഔട്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോസസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് വീഡിയോ, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ സർവീസ് കാര്യങ്ങൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ മെയിലിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഫേസ് നമ്മൾ അപ്പ് ചെയ്ത് തരും. നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈവിൽ ട്രേഡ് എടുപ്പിച്ച് നിങ്ങളെ കൊണ്ട് തന്നെ പ്രോഫിറ്റ് നമ്മൾ വിഡ്രോ ചെയ്യിപ്പിക്കും. നമ്മൾ നിങ്ങൾക്ക് അത്രയും ഒരു ബാക്ക് എൻഡ് സപ്പോർട്ട് നല്ല രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിസ്ക് മാനേജ്മെന്റ് വെച്ച് എങ്ങനെ മുന്നേറി പോകാൻ പറ്റും ആ രീതിയിൽ നമ്മൾ നിങ്ങളെ മുന്നേറി തന്നെ കൊണ്ടുപോകും. അപ്പൊ ദൈവം സഹായിച്ച എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത ട്രേഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് വിഡ്രോവൽ ചെയ്യണതിന്റെ. അതല്ലെന്നുണ്ടെങ്കിൽ നാളെ മോർണിംഗ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ വിഡ്രോവൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിവേ എന്തായാലും നമ്മുടെ വിഡ്രോവൽ പ്രൊസീജിയർ വേണമെന്നുള്ളവർ, ഫുൾ വീഡിയോ വേണമെന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യുക. വിഡ്രോവൽ പ്രൊസീജിയർ വേണ്ടിയിട്ട് വിഡ്രോവൽ ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ സ്ക്രീൻഷോട്ട്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാൻ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് സ്പോട്ടിലുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ തരും. അപ്പൊ പുള്ളി ജനറേറ്റ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണം, ഇങ്ങനത്തെ ഒരു സർവീസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ട്, നിങ്ങൾ കുറെ തവണ ട്രൈ ചെയ്തിട്ട് ഫെയിൽഡ് ആയി പോയി എന്നുണ്ടെങ്കിൽ ഒന്നും ഓർത്ത് സങ്കടപ്പെടരുത്. കാരണം അതൊക്കെ നമുക്ക് മുമ്പോട്ട് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ